വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ 3 ഫലസ്തീനികളെ കൂടി ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു. ഗസയിലേക്ക് കൂടുതൽ സഹായത്തിനും ഇസ്രായേലിന്റെ വിലക്ക് തുടരുകയാണ്. ഞായറാഴ്ച റഫ അതിർത്തി തുറക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഗസയിൽ യുദ്ധം പുനരാരംഭിക്കാൻ മടിക്കില്ല എന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണിക്കിടെ ബന്ദികളുടെ മൃതദേഹങ്ങൾ പരമാവധി വേഗത്തിൽ കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചു. വെടിനിർത്തൽ ധാരണ ഹമാസ് ലംഘിച്ചാൽ യുദ്ധം വീണ്ടും തുടങ്ങാൻ ഇസ്രായേലിന് അനുമതി നൽകുന്നത് പരിഗണിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇനി 19 മൃതദേഹങ്ങൾ കൂടിയാണ് കൈമാറേണ്ടത്. ഇസ്രായേൽ കൈമാറിയ 45 ഫലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതും വികൃതമാക്കപ്പെട്ട നിലയിലാണ്. MCA നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ വീണ്ടും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. കരാർ ഹമാസ് ലംഘിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ മടിക്കില്ല എന്ന് തന്നെയായിരുന്നു ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും പ്രതികരണം. നിലവിലിപ്പോൾ മൃതദേഹ കൈമാറ്റമൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര മൃതദേഹങ്ങൾ കൈമാറാൻ ബാക്കിയുണ്ട്? എന്താണ് ഹമാസ് പറയുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് 20 ജീവനോടെയുള്ള ബന്ദികളെ കൈമാറാൻ അത് പൂർണ്ണമായി തന്നെ ഹമാസ് അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ കരാറിന്റെ ഭാഗമായി തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് സമയക്രമം എടുക്കും. കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനുള്ളിൽ ഈ മൃതദേഹങ്ങൾ കൈമാറണമെന്ന് കരാറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പരമാവധി എളുപ്പത്തിൽ സാധ്യമാവുന്നത്ര നേരത്തെ തന്നെ ഈ മൃതദേഹം കൈമാറുക എന്നതാണ് കരാറിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിനകം തന്നെ 9 മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി 2 കൈമാറിയതുൾപ്പെടെ 9 മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. ബാക്കിയുള്ളവ കണ്ടെത്താൻ, കാരണം പൂർണ്ണമായിട്ടും ഇസ്രായേൽ സൈന്യം കടന്നു കയറി അവിടെ ആക്രമണം നടത്തുകയും ആ പ്രദേശം ഒന്നാകെ നിരപ്പാക്കുകയും ചെയ്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങളുള്ളത്. അത് കണ്ടെടുക്കുക എന്നത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ച ആ പ്രദേശങ്ങളിലും ഇപ്പോൾ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന ഒരു നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടെത്തേണ്ട ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ആ കരാറിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ബന്ദികളുടെയും മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറുമെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങളും ഇക്കാര്യം ഇന്നലെ ട്രംപിനെ നേരിട്ട് തന്നെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിന്റെ ഒരു പ്രതികരണം വന്നത്. ഇത് കണ്ടെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ വളരെ ദുഷ്കരമാണ്. പിന്നെ പല പ്രക്രിയകളിലൂടെ തന്നെ ഇത് കടന്നു പോകണം. എങ്കിൽ മാത്രമേ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കൈമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പറ്റൂ എന്ന് ട്രംപ് തന്നെ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയതാണ്. അതിനിടയിലും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഹമാസിന് നൽകിക്കൊണ്ട് യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേലിനെ തങ്ങൾ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ഈ കരാർ പാലിക്കുക എന്ന ആ ഒരു കടമ ഹമാസ് നിറവേറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത നീക്കത്തിലേക്ക് തങ്ങൾ പോകുമെന്നൊക്കെ അമേരിക്കൻ ഭരണകൂടം തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ സഹായവും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പം മുമ്പ് 15-അംഗ തുർക്കിയിൽ നിന്നുള്ള രക്ഷാദൗത്യ സംഘം ഉപകരണങ്ങളുമായിട്ട് എത്തിയെങ്കിലും അവരെ ഒരിക്കലും തന്നെ ഗസയിലേക്ക് കയറ്റിവിടില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ അല്പം മുമ്പ് ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം അത് ഗസയിലെ ഹമാസിനെ തന്നെ കണ്ടെത്താവുന്ന ഒരു കാര്യമാണ്. അതിന് ഈ തുർക്കിയിൽ നിന്നുള്ള സംഘം വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രക്രിയ അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാര്യം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ. ഇന്നിപ്പോൾ 3 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വെടിയേറ്റ്. കാരണം ഈ വെടിനിർത്തൽ കരാറുള്ളപ്പോൾ അത് അതിനെ ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രായേൽ നടപടികളെ പോലും അമേരിക്ക വിമർശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും സഹായവും എത്തിക്കണം. ഏതാണ്ട് നിത്യം 600 ട്രക്കുകൾ ഇതിനായിട്ട് അനുവദിക്കണമെന്ന് കരാറിൽ പറഞ്ഞിരുന്നു. പക്ഷെ അത് നടപ്പാക്കാനുള്ള ഒരു നിർദ്ദേശവും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. തികച്ചും ഏകപക്ഷീയമായി ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ അത് പിന്നെ കൈമാറുന്നതിൽ വരുന്ന കാലതാമസം വലിയൊരു പ്രശ്നമാക്കി അവതരിപ്പിക്കാനാണ് അമേരിക്ക ഇപ്പോൾ തുനിയുന്നത്. അത് കൃത്യമായിട്ടുള്ള ചില രാഷ്ട്രീയ സൈനിക ലക്ഷ്യങ്ങളോട് കൂടിയാണെന്ന വിലയിരുത്തലും വരുന്നുണ്ട്. അല്പം മുമ്പ് ഇസ്രായേലിന്റെ മന്ത്രി റോൺ ഡെർമറും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ ഉപദേശകനും അദ്ദേഹത്തിന്റെ മരുമകനുമായിട്ടുള്ള ജെറാദ് കുഷ്നർ എന്നിവർ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പ്രതിസന്ധി പരിഹരിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളുടെ സഹായവും ഇവർ തേടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വെടിനിർത്തൽ പിന്നെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ സമ്മർദ്ദം, അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നെതന്യാഹുവും മറ്റും നീക്കങ്ങൾ തുടരുന്നത്. അമേരിക്ക ഇന്നലെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ ട്രംപ് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിന് കുറച്ചുകൂടി സാവകാശം ഹമാസിന് നൽകണമെന്ന ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്നത്. അമൃത, അതുപോലെ തന്നെ നാസർ, ഇനി അറിയേണ്ടത് ഈ
അവിടെയുള്ള ആളുകൾക്ക് സഹായ വിതരണം ഏത് രീതിയിലായിരിക്കുമെന്ന് തന്നെയാണ്. ഈ റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയോ? റഫ അതിർത്തി ഇപ്പോൾ ഞായറാഴ്ച തുറക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി അല്പം മുമ്പ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വ്യക്തതയിൽ എത്തിയിട്ടില്ല. ഞായറാഴ്ച റഫ അതിർത്തി തുറക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം 20 ജീവനോടെയുള്ള ബന്ദികളെ കൈമാറിയ അതേ ദിവസം തന്നെ റഫ അതിർത്തി തുറക്കാനും ഒരു വിഘ്നവും കൂടാതെ ഈ സഹായ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കണമെന്നൊക്കെ കരാറിലുണ്ടെങ്കിൽ പോലും ഇനിയും അത് പുലർന്നിട്ടില്ല. കാരണം ഇന്നലെ 300ഓളം ട്രക്കുകൾ കടത്തിവിടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത്ര പോലും ട്രക്കുകൾക്ക് കടന്നുപോകാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള അനുമതി നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ നിരവധി രക്ഷാദൗത്യ സംഘങ്ങളും സഹായ വിതരണത്തിനുള്ള അന്തർദേശീയ സന്നദ്ധ സംഘടനകളും ഒക്കെ റഫ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുകയാണ്. അവർക്കും ഗസയിലേക്ക് കടന്നു വരാനോ ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക എന്നൊരു ഭാരിച്ച ജോലിയുണ്ട്. അതിനിടയിൽ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്തെത്തിക്കാനും ഏറ്റവും മിനിമം ഉള്ള ഒരു താമസ സൗകര്യങ്ങൾ, ഇപ്പോൾ ജലവിതരണ സംവിധാനം പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. അപ്പോൾ കുടിവെള്ളത്തിന്റെ വിതരണം എന്നത് എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രികളിലെ അവസ്ഥ നമുക്കറിയാൻ സാധിക്കും. പിന്നിട്ട 2 വർഷക്കാലം നടന്ന ഏറ്റവും കിരാതമായിട്ടുള്ള യുദ്ധത്തിലൂടെ ആശുപത്രികളൊക്കെയും തകർക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അവിടത്തേക്ക് മരുന്നുകൾ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതുൾപ്പെടെയുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ആവശ്യമായിട്ടുള്ളൊരു നീക്കം ഈ കരാറുണ്ടായിട്ട് പോലും നടപ്പാവുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അല്പം മുമ്പ് ഹമാസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം തങ്ങളുടെ പോരാട്ടം എന്നത് ഏതെങ്കിലും നിലയ്ക്ക് തങ്ങൾ അമർച്ച ചെയ്യുമെന്ന് ആരും കരുതേണ്ടതില്ല. അതോടൊപ്പം തന്നെ ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നത് ആരുടെയും ഔദാര്യമല്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഹമാസ് നൽകിയിട്ടുണ്ട്. അത് ഫലസ്തീൻ ജനതയുടെ അവകാശമാണ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം. അതുകൊണ്ട് ആ പോരാട്ടവുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും ഹമാസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്ന തിരക്കിട്ട നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ദൗത്യങ്ങളിലാണ് ഖത്തറും ഈജിപ്തും തുർക്കിയും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന. മറ്റു പല രാജ്യങ്ങളും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ അമേരിക്ക തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള പ്രതികരണങ്ങൾ, വെറും ഇസ്രായേലിനെ മാത്രം സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് വരുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നതും. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. യുദ്ധക്കെടുതി നേരിടുന്ന ഗസയുടെ പുനർനിർമ്മാണത്തിനായി സഹായ പദ്ധതി പ്രഖ്യാപിച്ച് ഖത്തർ. ജോർദനും ഈജിപ്തും വഴിയാണ് സഹായം എത്തിക്കുക. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ നിർദ്ദേശപ്രകാരമാണ് സഹായ വിതരണം. ഈജിപ്തിലെ ഷർം ഷെയ്ഖിൽ ചേർന്ന സമാധാന ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഗസയിലെ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള ഖത്തറിന്റെ തീരുമാനം. അതിർത്തികൾ വഴി 87,754 ടെന്റുകൾ അറബ് രാജ്യം അടിയന്തരമായി ഗസയിലെത്തിക്കും. 4,36,170 പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാൻഡ് ബ്രിഡ്ജ് ഇനീഷ്യേറ്റീവ് എന്നാണ് പദ്ധതി അറിയപ്പെടുക. ഖത്തറിൽ നിന്നുള്ള സഹായ വസ്തുക്കൾ ആദ്യം ഈജിപ്തിലോ ജോർദാനിലോ എത്തിക്കും. അവിടെ നിന്ന് ട്രക്കുകളിൽ ഗസയിലേക്ക് കൊണ്ടുപോകും. ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ്, ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് ടെന്റുകൾ സജ്ജമാക്കുന്നത്. അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മറിയം അൽ മിസ്നദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഖത്തർ ചാരിറ്റി CEO യൂസുഫ് ബിൻ അഹമ്മദ് അൽ കുവാരി അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ. ഫിഫ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ഖത്തറിന്റെ സന്തോഷം ഗസയിലെ ദുരിതബാധിതർക്കു കൂടി സമ്മാനിച്ച് സൂപ്പർ താരം ഹസൻ അൽ ഹൈദൂസ്. ഗസയുടെ പുനർനിർമ്മാണത്തിനായി സ്കൂളും ജിംനേഷ്യവും നിർമ്മിച്ചു നൽകാമെന്നാണ് ഹൈദൂസിന്റെ വാഗ്ദാനം. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ ലോകമെമ്പാടും കഷ്ടപ്പാട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഓർക്കേണ്ടത് ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയാൽ ഗൾഫ് പര്യടനത്തിന് തുടക്കമിട്ട മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തിയിരിക്കുകയാണ്. നാളെയാണ് ആദ്യ പരിപാടി നടക്കുന്നത്. സൗദിയിലെ റിയാദിൽ വാടക നിരോധന നിയമം ലംഘിച്ചാൽ കനത്ത പിഴ ഈടാക്കുമെന്നുള്ളത് മറ്റൊരു വാർത്തയാണ്. അതിന്റെ കണക്കുകളൊക്കെ സൗദി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്ന് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും നമുക്ക് ഇത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായ വിവരങ്ങൾ നൽകാനായി ബഹ്റൈനിൽ നിന്ന് ഷഫി ഷാജഹാൻ, സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഷഫിയിലേക്കാണ്. സൂചിപ്പിച്ചതുപോലെ ഗൾഫ് സന്ദർശനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ബഹ്റൈനിലെത്തിയിരിക്കുകയാണ്. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നാളെ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഷഫി, ഈ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ബഹ്റൈനിലെത്തുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളൊക്കെ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ടല്ലോ.
അമൃത ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ എത്തിച്ചേർന്നത്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്ന മുഖ്യമന്ത്രിക്ക് എംബസി അധികൃതരും സംഘാടക സമിതി അംഗങ്ങളും ചേർന്നാണ് സ്വീകരണമൊരുക്കിയത്. സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ഹോട്ടലിലേക്ക് മടങ്ങി. 2 ദിവസം നീളുന്ന ഷെഡ്യൂളാണ് മുഖ്യമന്ത്രിക്ക് ബഹ്റൈനിലുള്ളത്. അതിൽ ആദ്യ ദിവസമായ ഇന്ന് അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികളൊന്നും മുഖ്യമന്ത്രി കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ അംബാസഡറുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന് ഉച്ചഭക്ഷണത്തിന് ക്ഷണമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതല്ലാതെ ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് ബഹ്റൈനിൽ മറ്റ് പരിപാടികളൊന്നും പങ്കെടുത്തിട്ടില്ല. നാളെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് വൈകിട്ട് 6:30 നടക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. അതിൽ ഉദ്ഘാടകനായിരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുക. ലോക കേരള സഭയും മലയാളി മിഷനും സംയുക്തമായി സഹകരിച്ച് നടത്തുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ അദ്ദേഹം ബഹ്റൈനിലെ പ്രവാസികളെ അഡ്രസ്സ് ചെയ്യും. പ്രവാസികൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രവാസി ക്ഷേമനിധി, പ്രവാസി പെൻഷൻ തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളിൽ അദ്ദേഹം ഇവിടുത്തെ പ്രവാസി സമൂഹവുമായി സംവദിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പ്രവാസി സമൂഹത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് ഇവിടെ പ്രത്യാശിക്കുന്നത്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബഹ്റൈനിലെ UDF അനുകൂല പ്രവാസി സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന്, അതായത് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ വരവ് മുന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെന്നുമാണ് അവർ ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായി അവർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിലെത്തുന്നത് 2017 അന്ന് ബഹ്റൈൻ കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അതിഥിയായാണ് അദ്ദേഹം ബഹ്റൈനിലേക്ക് വന്നത്. അന്ന് വന്ന് ബഹ്റൈനിലെ പ്രവാസി സമൂഹത്തെ അഡ്രസ്സ് ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും ബഹുഭൂരിപക്ഷവും വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ല എന്നാണ് ബഹ്റൈനിലെ UDF അനുകൂല പ്രവാസി സംഘടനകൾ ആരോപിക്കുന്നത്. അന്ന് 2017 പ്രഖ്യാപിച്ച ലോക കേരള സഭ മാത്രമാണ് നടപ്പിലാക്കിയതെന്നും ബാക്കി ബഹുഭൂരിപക്ഷം വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ല എന്നും ആരോപിച്ചും കൂടിയാണ് അവർ ഈ പരിപാടി ബഹിഷ്കരിക്കുന്നത്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത്, മുഖ്യമന്ത്രിക്കൊപ്പം നാളെ വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, MA യൂസുഫ് അലി, ഇന്ത്യൻ അംബാസഡർ വിനോദ് K ജേക്കബ് തുടങ്ങിയവരും പങ്കെടുക്കും. ശരി, ഷഫീ ഷാജഹാനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. GC സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 25-ന് സലാലയിലെത്തും. ഇത്തിഹാദ് ക്ലബ്ബ് മൈതാനിയിൽ നടക്കുന്ന പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് ISC കേരള വിംഗ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, MA യൂസുഫ് അലി, ഗൾഫാർ P മുഹമ്മദ് അലി, വിൽസൺ ജോർജ് എന്നിവരും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കൺവീനർ AK പവിത്രൻ പറഞ്ഞു. ചടങ്ങിൽ മലയാളം മിഷൻ സലാല ചാപ്റ്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. 25-ാം തീയതി 10 മണിയോടുകൂടി മസ്കത്തിൽ നിന്നും അദ്ദേഹം സലാലയിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. രാവിലെ 10 മണിയോടുകൂടി എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷ. 25-ാം തീയതി രാത്രി 7:30 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മൾ സലാലയിലേക്ക് MA യൂസഫ് അലി സാറിനെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. പരിപാടിയുടെ വിജയത്തിനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ച് വിപുലമായ ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി ചെയർമാൻ അംബുജാക്ഷൻ മയിൽ പറഞ്ഞു. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ നിന്നുള്ള അനുമതികൾ ലഭിച്ചതായി കോൺസുലർ ഏജന്റ് ഡോക്ടർ K സനാതനം കൂട്ടിച്ചേർത്തു. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റാണ് എന്നാണ്. പിന്നെ പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ, അതനുസരിച്ച് നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ. ഒക്ടോബർ 24-ന് മസ്കറ്റിലെത്തുന്ന മുഖ്യമന്ത്രി അവിടുത്തെ പരിപാടികൾക്ക് ശേഷം ഒക്ടോബർ 25 രാവിലെ 10:30 സലാലയിലെത്തുക. ഒക്ടോബർ 26-ന് സലാലയിൽ നിന്ന് മടങ്ങുകയും ചെയ്യും. ഹൗസ് ഓഫ് എലൈറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രവീൺ, പവിത്രൻകാരായി, ഹേമ ഗംഗാധരൻ, ഡോക്ടർ ഷാജി P ശ്രീധർ, മൻസൂർ പട്ടാമ്പി, ലിജോ ലാസർ, സിജോയ് പേരാവൂർ, സെയ്ദ് ആസിഫ്, ഷെമീന അൻസാരി എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 സലാല. ഇനി റിയാദിലേക്ക് പോകാം. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് തത്സമയം. അഫ്താബ്, ഈ സൗദിയിലെ റിയാദിൽ വാടക നിരോധന നിയമം ലംഘിക്കുന്നവർക്കുള്ള പിഴ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ്, ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക? അമൃത, നേരത്തെ തന്നെ സൗദി അറേബ്യയിലെ തലസ്ഥാനമായ റിയാദിൽ വലിയ തോതിൽ വാടക ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വാടക നിരോധന നിയമം വരുന്ന 5 വർഷത്തേക്ക്, അതായത് 2030 വരെ സൗദി മന്ത്രിസഭ പാസ്സാക്കിയത്. എന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് ഇവിടെ വാടക ഉയർത്താനോ നിലവിലുള്ള വാടകക്കാരെ അനുമതി കൂടാതെ ഒഴിപ്പിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതേസമയം കെട്ടിട ഉടമയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ
നടപ്പാക്കുകയാണ്. മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങളിൽ കൃത്യമായി പറയുന്നത് പ്രധാനമായിട്ടും 3 ഘട്ടമായിട്ടായിരിക്കും പിഴ ഈടാക്കുക എന്നുള്ളതാണ്. അതായത് വാടക നിരോധന നിയമം ലംഘിച്ചാൽ കെട്ടിട ഉടമകൾക്ക് ആദ്യത്തെ നിയമലംഘനത്തിന് 2 മാസത്തെ പിഴയായിരിക്കും ഈടാക്കുക. 6 മാസത്തെ മൂന്നാമത്തെ നിയമലംഘനത്തിന് 1 വർഷത്തേക്കുള്ള വാടക നിരക്കും പിഴയായി ഈടാക്കും. എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായി പിഴ ഈടാക്കുകയും എന്ത് നിയമലംഘനമാണ് നടത്തിയത് അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിടങ്ങൾ പാർട്ടീഷൻ ചെയ്തുകൊണ്ട്, അതായത് ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ 2 കുടുംബങ്ങളെ ഒരേ സമയം പാർപ്പിക്കുവാൻ വേണ്ടി അത് വേർതിരിക്കുന്ന പരിപാടിയുണ്ട്. ഇത്തരം പരിപാടികൾക്കെതിരെയുള്ള കർശനമായിട്ടുള്ള പരിശോധന കർശനമാക്കാൻ മുനിസിപ്പൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത് 5000 റിയാൽ മുതൽ 25,000 റിയാൽ വരെയാണ്. സാധാരണ രീതിയിൽ പ്രവാസികളെല്ലാം തന്നെ ഈ തരത്തിൽ പാർട്ടീഷൻ ചെയ്ത കെട്ടിടങ്ങളിൽ താമസിക്കാറുണ്ട്. ഈജാറില്ലാത്ത കെട്ടിടങ്ങളിൽ താമസിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നിയമം വരുന്ന പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് വെല്ലുവിളിയായി മാറും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടീഷൻ ചെയ്ത കെട്ടിടങ്ങളിൽ താമസിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 6 മാസത്തിനകം ആളുകളെ ഒഴിപ്പിക്കുവാനും നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുതെന്ന് മുനിസിപ്പൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വാടക നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അത് നിരോധനം ഏർപ്പെടുത്തിയത് ആശ്വാസമുള്ള കാര്യമാണ്. അതേസമയം തന്നെ പാർട്ടീഷൻ നടത്തിയിട്ടുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നത് അവർക്ക് വെല്ലുവിളിയായി മാറുകയും ചെയ്യും. അമൃത. ശരി, അഫ്താബ് റഹ്മാനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നോർക്ക റൂട്ട്സ് വഴി പ്രവാസികൾക്കായി വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്. പ്രവാസത്തിനൊപ്പവും മുൻപും ശേഷവും എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് നോർക്ക റൂട്ട്സ് വഴിയുള്ള സേവനങ്ങൾ. മലയാളി പ്രവാസികൾക്കായി സർക്കാർ നടത്തുന്ന വിവിധ ക്ഷേമ സഹായ പുനരധിവാസ പദ്ധതികൾ പരിചയപ്പെടാം. നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് പ്രവാസികൾ. അവരുടെ സുരക്ഷയും ക്ഷേമവും പുനരധിവാസവും സർക്കാർ നടപ്പാക്കുന്നത് നോർക്ക റൂട്ട്സ് വഴിയാണ്. ഇൻഷുറൻസ് പദ്ധതിയോട് കൂടിയ നോർക്ക ID കാർഡുകൾ തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് സാന്ത്വന പദ്ധതി, പ്രവാസി രക്ഷാ ഇൻഷുറൻസ് തുടങ്ങിയവ നോർക്ക പ്രവാസികൾക്ക് നൽകുന്ന പ്രധാന സേവനങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ മാതൃക ഉള്ള വിവിധ പദ്ധതികളാണ് ഇന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പ്രവാസത്തിൽ ഇരിക്കുന്നവർക്കും പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്നവർക്കും അതോടൊപ്പം തന്നെ പ്രവാസത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന പ്രവാസികൾക്കും സഹായകരമായ നിരവധി പദ്ധതികളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേരളീയരായ പ്രവാസികളെ കണ്ടെത്താനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുമാണ് നോർക്ക ID കാർഡുകൾ പ്രദാനം ചെയ്യുന്നത്. ഇതൊരു കേവല വിവരശേഖരണം മാത്രമല്ല, ഒരു സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി കൂടിയാണ്. വിദേശത്ത് 6 മാസങ്ങളിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്കും കേരളത്തിന് പുറത്ത് രാജ്യത്തെവിടെയും 2 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തവർക്കും നോർക്ക ID കാർഡിന് അപേക്ഷിക്കാം. വിദേശത്ത് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് ID ആണ് നൽകുന്നത്. 4 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷയുള്ളതാണ് പദ്ധതി. 13 ഗുരുതര രോഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതാണ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ്. 664 രൂപയാണ് പ്രതിവർഷ പ്രീമിയം. 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. 10 ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി പുതുതായി അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകമെങ്ങുമുള്ള മലയാളി പ്രവാസികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്ര ആരോഗ്യ അപകട കവറേജാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ കീഴിൽ ചികിത്സ ലഭ്യമാകുന്നത് ഇന്ത്യയിലാണ്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജുമാണ് ഈ പദ്ധതിയിൽ ഉള്ളത്. സ്വാന്തനം എന്ന പേരിലാണ് നോർക്ക അവരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി വരുന്നത്. ഇതിലൂടെ വിവിധ ധനസഹായ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. മാനദണ്ഡപ്രകാരം 2 വർഷം പ്രവാസിയായവർക്ക് സാന്ത്വനം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. 2013 തുടക്കം കുറിച്ച NDPREM വഴി തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സംരംഭക സഹായം നടപ്പാക്കി വരുന്നു. മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കുന്ന പ്രവാസി ഭദ്രത, സംസ്ഥാനത്തെ വിവിധ നിക്ഷേപ സാധ്യതകൾ പ്രവാസികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന പരിപാടി, വിവിധ രാജ്യങ്ങളിൽ സൗജന്യ നിയമസഹായം തുടങ്ങിയവ നോർക്ക വഴി നടപ്പാക്കുന്ന മറ്റ് സേവനങ്ങളാണ്. മീഡിയ 1 തിരുവനന്തപുരം. ഒമാനിൽ കുടുംബ വിസ പുതുക്കാൻ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ വേണമെന്നത് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. ഔദ്യോഗിക വിശദീകരണം അധികൃതർ നൽകിയിട്ടില്ല.
ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അജി കുഞ്ഞുമോൻ വിശദീകരിക്കും. അജി, ഇതുമായി സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഏത് രീതിയിലായിരിക്കണം, എന്തൊക്കെ രേഖകളാണ് ഇതിനായി ആവശ്യമായുള്ളത്? അമൃത, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട രേഖകളെല്ലാം തന്നെയും ഹാജരാക്കണം. നിർണായകമായ വിവരങ്ങളും ഒപ്പം തന്നെ എംബസി അറ്റസ്റ്റേഷനും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ കുടുംബ വിസയുമായി പുതുക്കിയ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ഏതൊക്കെയാണ്, വിദ്യാർത്ഥികൾക്ക് ഏതാണ് വേണ്ടത്, പങ്കാളികൾക്ക് ഏതാണ് വേണ്ടത് എന്നൊക്കെ കൃത്യമായി തന്നെ നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഒമാനിൽ കുടുംബ വിസ പുതുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അത് ആദ്യം കുട്ടികളുമായി ബന്ധപ്പെട്ട തന്നെ നമുക്ക് പറയാം. അമൃത, കുട്ടികളുടെ ID കാർഡ് പുതുക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായും വേണ്ടത് ഒറിജിനൽ പാസ്പോർട്ടാണ്. വിസ പേജിന്റെ പകർപ്പ്, ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കൾ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിസ പുതുക്കാൻ റോയൽ ഒമാൻ പോലീസ് ഇത്തരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കുട്ടികളുടെ ID കാർഡ് പുതുക്കുന്നതിന് ഒറിജിനൽ പാസ്പോർട്ട്, വിസ പേജിന്റെ പകർപ്പ്, ജനന സർട്ടിഫിക്കറ്റ് ഇത് വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. മാതാപിതാക്കൾ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് അതിലെ ഒരു മാറ്റം എന്നുള്ളത്. മറ്റൊന്ന്, പങ്കാളിയുടെ വിസ പുതുക്കാൻ വേണ്ടി, അതായത് ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് അവർ പോകുമ്പോൾ ഫാമിലി വിസയിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ വിസ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റമാണ്. ഒന്ന്, വിവാഹ സർട്ടിഫിക്കറ്റ് വേണം. 2, ഭാര്യ ഭർത്താക്കന്മാരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ. 3, ഭർത്താവും ഭാര്യയും നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ ഉണ്ടാവണം, ഭർത്താവും ഭാര്യയും ഹാജരാകണം. ഒറിജിനൽ പാസ്പോർട്ട്, പഴയ ID, വിസ പേപ്പർ, അതായത് ഈ പ്രോസസ്സിംഗ് ഓഫീസ് ആവശ്യപ്പെടുന്ന പകർപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വേണ്ടത്. മറ്റൊന്ന്, ജീവനക്കാരുടെ ID കാർഡ് പുതുക്കാൻ വേണ്ട രേഖകളാണ്. 1, ഒറിജിനൽ പാസ്പോർട്ട്, പഴയ ID കാർഡ്. 3, വിസ പ്രോസസ്സിംഗ് ഓഫീസ് ആവശ്യപ്പെടുന്ന പകർപ്പ്, അതിൻ്റെ ഒറിജിനൽ എന്നിവയാണ് ജീവനക്കാരുടെ ID കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ജനന വിവാഹ സർട്ടിഫിക്കറ്റുകൾ വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മന്ത്രാലയത്തിന് മുൻപ് അതത് രാജ്യങ്ങളുടെ എംബസികൾ സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വിസ, പാസ്പോർട്ട് എന്നിവയിൽ സാക്ഷ്യപ്പെടുത്താനായി നിരവധി സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇത് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, കുട്ടികളുടെ ID കാർഡ് പുതുക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പങ്കാളിയുടെ വിസ പുതുക്കാനുള്ള കാര്യം പറഞ്ഞു, ജീവനക്കാരുടെ ID പുതുക്കാനുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മന്ത്രാലയത്തിന് മുൻപ് അതത് എംബസികളുടെ സാക്ഷ്യപ്പെടുത്തൽ എന്നിവയാണ് നമുക്ക് വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്കാർ വിസ, പാസ്പോർട്ട് എന്നിവ സാക്ഷ്യപ്പെടുത്താൻ SGVIS വഴി അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തേണ്ട രേഖകൾ അപ്പോയിൻമെന്റ് എടുത്തു കഴിഞ്ഞതിനു ശേഷം SGVIS സെന്ററുകളിൽ സമർപ്പിക്കാം. അപ്പോയിൻമെന്റുകൾ വരുമ്പോൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഈ SGVIS സെന്ററുകളിൽ പോകുമ്പോൾ എല്ലാത്തിൻ്റെയും കോപ്പികൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അസൽ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് അമൃത ഉള്ളത്. ശരി, അതേ കുഞ്ഞുമോനാണ് കാര്യത്തിന്റെ വിശദമായ വിവരങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത്. പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട് അഫ്ഗാൻ പ്രതിനിധി സംഘം നാളെ ദോഹയിലെത്തും. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടുകയാണ് ലക്ഷ്യം. നേരത്തെ ഖത്തർ ഇടപെടലിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരുന്നത്. സംഘർഷത്തിൽ നിരവധി സൈനികർ ഇരുഭാഗത്തും കൊല്ലപ്പെട്ടിരുന്നു. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അബ്ബാസ്, അഫ്ഗാൻ പ്രതിനിധി സംഘം നാളെ ദോഹയിൽ എത്തുകയാണ്. എന്തൊക്കെയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? അമൃത, കുറച്ചു കാലമായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അതിർത്തി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 2200 കിലോമീറ്റർ വരുന്ന അവരുടെ ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്, ഒരു അതിർത്തി രേഖയുണ്ട്. ഇവിടെ രണ്ട് രാജ്യങ്ങളും കുറച്ചു കാലങ്ങളായി സംഘർഷത്തിൽ നിൽക്കുകയാണ്. ഈ സംഘർഷത്തിലാണ് ഖത്തർ ഇടപെട്ടത്. കഴിഞ്ഞ ദിവസം ഇതിൽ ഇടപെട്ട ശേഷം താൽക്കാലികമായി ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരുന്നു. ഈ വെടിനിർത്തൽ കരാർ നീട്ടാൻ വേണ്ടിയിട്ടാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ്
മുജാഹിദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും നാളെ ദോഹയിൽ എത്തിച്ചേരുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ വെടിനിർത്തൽ കരാർ കൂടുതൽ സമയത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ദോഹയിൽ നടക്കുക. ഏതായാലും ഒരു രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിലെ തർക്കത്തിൽ കൂടി ഖത്തർ അതിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുകയാണ്. അമൃത. ശരി, മുഹമ്മദ് അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ AI നഗരം 2030 സജ്ജമാകുമെന്ന് ഇൻഫോ പാർക്ക് സിഇഒ സുശാന്ത് കുറുന്തിൽ. ഇൻഫോ പാർക്ക് വികസനത്തിന്റെ 3ാം ഘട്ടത്തിന്റെ ഭാഗമാണ് പദ്ധതി. ദോഹയിൽ മീഡിയ വണ്ണുമായി സംസാരിക്കവെയാണ് അദ്ദേഹം പ്രോജക്ടിനെ കുറിച്ച് വിശദീകരിച്ചത്. AI നഗര പദ്ധതിയെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് ദോഹയിൽ വെച്ചാണെന്ന് സുശാന്ത് കുറുന്തിൽ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു AI സിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടൊന്ന് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈവൻ അവിടെയും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലായിരുന്നു. സോ ആ ഒരു കൺസെപ്റ്റ് ചെറുതായിട്ടൊന്ന് അൺവീൽ ചെയ്തത് ഇവിടെയാണ്. ഇൻഫോ പാർക്ക് വികസനത്തിന്റെ 3ാം ഘട്ടത്തിലാണ് AI ടെക് സിറ്റി യാഥാർത്ഥ്യമാകുന്നത്. AI സിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇൻഫോ പാർക്ക് ഫേസ് 3 നമ്മൾ AI സിറ്റി ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് 3 ഓൾറെഡി കഴിഞ്ഞ 10 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമ്മളും ഇൻഫോ പാർക്കും GCDയും തമ്മിലൊരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ലാൻഡ് പൂളിംഗ് സംവിധാനത്തിലാണ് AI നഗരം വരുന്നത്. വെല്ലുവിളികളാണ് പുതുമകൾ സൃഷ്ടിക്കുന്നതെന്നും ഇൻഫോ പാർക്ക് സിഇഒ ചൂണ്ടിക്കാട്ടി. വെല്ലുവിളികളാണ് ഒരു പുതിയ ഇന്നോവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇൻഫോ പാർക്കിന് ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് കപ്പാസിറ്റി ഇല്ല. കമ്പനികൾ അവിടെ വരുന്നു, അവർക്ക് വരണം, പക്ഷേ നമുക്ക് ലാൻഡ് ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു തോട്ട് വരുന്നതും. ഇപ്പോൾ ഇങ്ങനെ ഒരു ലാൻഡ് പൂളിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡിൽ നമ്മൾ പുതിയ ലാൻഡ് എടുക്കാനും ഇങ്ങനെ ഒരു സിറ്റി ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു തോട്ട് വരുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. ആഗോള ടെക് ഭീമന്മാരെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രോജക്റ്റിനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് അബ്ബാസ്, മീഡിയ വൺ, ദോഹ. കുവൈത്തിൽ ട്രാഫിക് സിഗ്നലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഗതാഗത നിയമലംഘനമാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സുരക്ഷാ മാധ്യമ വകുപ്പ് ഡയറക്ടർ. ഡ്രൈവർമാർക്ക് മൊബൈൽ കൈവശം വയ്ക്കാനോ ഉപയോഗിക്കാനോ അനുമതിയില്ല. ഗ്രീൻ സിഗ്നൽ വന്നതിന് ശേഷവും മൊബൈൽ ഉപയോഗം മൂലം ഗതാഗത തടസ്സത്തിനും കാലതാമസത്തിനും കാരണമാകുന്നുവെന്ന് കേണൽ ഒത്മാൻ അൽ ഗരീബ് വ്യക്തമാക്കി. നിരീക്ഷണ ക്യാമറകളും സെൻട്രൽ കൺട്രോൾ സംവിധാനവും വഴി സിഗ്നലുകളിലെ ഇത്തരം ലംഘനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട് സൗദിയിലെ ഖഫ്ജിയിൽ മലയാളി യുവാവ് മരിച്ചു. എറണാകുളം ചെല്ലാനം സ്വദേശി പള്ളിക്കത്തയിൽ വീട്ടിൽ എഡ്വിൻ ഗ്രേസിയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ഓഫ്ഷോർ റിഗിൽ ജോലി ചെയ്യവേ കപ്പലിൽ വെച്ചാണ് എഡ്വിൻ അപകടത്തിൽപ്പെട്ടത്. മൃതദേഹം സഫാനിയ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 1 വർഷം മുൻപാണ് എഡ്വിൻ ജോലിക്കായി സൗദിയിലെത്തിയത്. 3 മാസം മുൻപ് കല്യാണം കഴിഞ്ഞ് മടങ്ങിയെത്തിയതായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ടൂറിസം മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്താനൊരുങ്ങി സൗദി അറേബ്യ. പുതിയ നിർദ്ദേശപ്രകാരം എല്ലാ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളിലും ഒരു സൗദി റിസപ്ഷനിസ്റ്റ് നിർബന്ധമാണ്. സ്വദേശികളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. വിവിധ തൊഴിൽ മേഖലകളിൽ സൗദിയിലാകെ സ്വദേശിവൽക്കരണം നടപ്പാക്കുകയാണ്. സ്വദേശികളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുക, സേവന നിലവാരം ഉയർത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നടപടി. ടൂറിസം മേഖലയിൽ നിലവിലുള്ള സൗദിവൽക്കരണം ശക്തമാക്കിയിരിക്കുകയാണ്. മേഖലയിലെ തൊഴിലുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവ ഇപ്രകാരമാണ്. എല്ലാ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളിലും ഇനി ജോലി സമയത്ത് ഒരു സൗദി റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കണം. സ്ഥാപനങ്ങൾ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ ജീവനക്കാരെയും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ജീവനക്കാരുടെ കരാറുകൾ അജീർ പ്ലാറ്റ്ഫോം വഴിയോ മറ്റ് അംഗീകൃത പ്ലാറ്റ്ഫോമുകൾ വഴിയോ രേഖപ്പെടുത്തൽ നിർബന്ധമാണ്. ടൂറിസം മന്ത്രാലയം അല്ലെങ്കിൽ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ലൈസൻസ് ചെയ്ത സ്ഥാപനങ്ങൾ വഴി മാത്രമേ ഔട്ട്സോഴ്സിംഗ് അനുവദിക്കുകയുള്ളൂ തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. ഘട്ടം ഘട്ടമായിട്ടാണ് മേഖലയെ സ്വദേശിവൽക്കരിക്കുന്നത്. നിലവിൽ ഹോട്ടൽ മാനേജർ, ഹോസ്പിറ്റാലിറ്റി ഓപ്പറേഷൻസ് മാനേജർ, ട്രാവൽ ഏജൻസി മാനേജർ, ടൂറിസ്റ്റ് ഗൈഡ് സ്പെഷ്യാലിസ്റ്റ്, ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് എന്നിവ സ്വദേശികൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ വൺ, റിയാദ്. കുവൈത്തിൽ സിവിൽ ID കാർഡ് ലഭിക്കാനായി വ്യാജ വാടക കരാറുകൾ തയ്യാറാക്കി നൽകിയ പ്രവാസിയെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം അറസ്റ്റ് ചെയ്തു. 180 ദിനാർ വാങ്ങിയാണ് ഇയാൾ കരാറുകൾ നൽകിയിരുന്നത്. 1-ലധികം പ്രവാസികൾ ഒരേ വിലാസം ഉപയോഗിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കമ്പനിയുടെ സീലുകളും ടെംപ്ലേറ്റുകളും ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കിയതെന്നും അധികൃതർ അറിയിച്ചു.
മസ്കത്തിലെ അൽഷിഫ തീരപ്രദേശത്ത് പുതിയ പാർക്ക് പദ്ധതി പ്രഖ്യാപിച്ച് മസ്കത്ത് മുനിസിപ്പാലിറ്റി. കടലിനെ അഭിമുഖീകരിക്കുന്ന പാർക്കിന്റെ വിസ്തൃതി 8400 ചതുരശ്ര മീറ്ററാണ്. ആധുനിക രീതിയിലാണ് പദ്ധതിയുടെ രൂപകൽപ്പന. വ്യൂ പോയിന്റുകൾ, നടപ്പാതകൾ, കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും. ഇരിപ്പിടങ്ങൾ, പൊതുവിശ്രമ മുറികൾ, വിശാലമായ പാർക്കിംഗ്, ജലസേചന സംവിധാനങ്ങൾ, ഗാർഡ് റൂം എന്നിവയും ഒരുക്കും. സൗദിയിൽ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ യാത്രക്കാരുടെ എണ്ണത്തിൽ 41% വർധന രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ. രാജ്യത്തെ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം 4 കോടി പിന്നിട്ടു. സൗദിയിൽ ട്രെയിൻ യാത്രകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് തുടരുന്നതായി റെയിൽവേ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ 40.9% വളർച്ച രേഖപ്പെടുത്തി. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഗസ്റ്റാറ്റിൻ്റേതാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മൊത്തം യാത്രക്കാരുടെ എണ്ണം 4,27,00,000 ഉയർന്നു. ഇന്റർസിറ്റി സർവീസുകളിലാണ് യാത്രക്കാരുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചത്, 72.8%. ചരക്ക് ട്രെയിനുകളുടെ സർവീസുകളിലും വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 15.6 ദശലക്ഷം ടൺ ചരക്കാണ് ട്രെയിൻ ഗതാഗതം വഴി എത്തിയത്. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 9% കൂടുതലാണ്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഒമാനിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പേരിൽ വ്യാജ തൊഴിൽ പരസ്യങ്ങൾ ഓൺലൈൻ വഴി വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്ന് മുന്നറിയിപ്പ്. തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളോട് പ്രതികരിക്കുന്നതും അവ പങ്കിടുന്നത് ഒഴിവാക്കണമെന്നും തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടു. തൊഴിൽ പരസ്യങ്ങൾ ഔദ്യോഗിക ചാനലുകളിലൂടെ മാത്രമേ നൽകൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലും അനൌദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലും പ്രചരിക്കുന്ന വ്യാജ തൊഴിൽ പരസ്യങ്ങൾക്കെതിരെയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. തങ്ങളുടെ പേരിലുള്ള തൊഴിലവസരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് മൂന്നാം കക്ഷി സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളോട് പ്രതികരിക്കുകയോ അവ പങ്കിടുകയോ ചെയ്യരുത്. പൗരന്മാരും താമസക്കാരും ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും തൊഴിലവസരങ്ങൾ പരിശോധിക്കണം. വിശ്വസനീയവും സാക്ഷ്യപ്പെടുത്തിയതുമായ ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടതിന്റെ പ്രാധാന്യവും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. തെറ്റായ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് തൊഴിലന്വേഷകരെ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷിക്കാനും റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾ ന്യായവും വിശ്വസനീയവും സുരക്ഷിതവുമാക്കാൻ സഹായിക്കുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. മീഡിയ 1, മസ്കത്ത്. ഒരു കാലത്ത് മലയാളി ബാല്യങ്ങൾക്ക് ബിസ്ക്കറ്റിന്റെ പര്യായമായിരുന്ന ക്രേസ് ബിസ്ക്കറ്റ്സ് കടൽ കടക്കുകയാണ്. 80കളിൽ തൃശൂരിൽ തുടക്കമിട്ട ക്രേസ് ബിസ്ക്കറ്റിന്റെ ആസ്ഥാനം പിന്നീട് കോഴിക്കോട് കിനാലൂരിലെത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ ഗൾഫിലേക്ക് വിമാനം കയറുന്നത്. നടൻ മോഹൻലാലാണ് ദുബൈയിൽ ക്രേസ് ബിസ്ക്കറ്റിന്റെ ഗൾഫിലേക്കുള്ള വരവിന് തുടക്കമിട്ടത്. ഈ സംഗീതം AR റഹ്മാൻ്റെതാണ്. പക്ഷെ ഇത് ഏത് പ്രൊഡക്റ്റിൻ്റെ ജിങ്കിളാണെന്ന് ചോദിച്ചാൽ 90 കാലത്തെ കുട്ടികളൊക്കെ ഒപ്പം മൂളും. ക്രേസ് ബിസ്ക്കറ്റ്സ്, ക്രേസ് ബിസ്ക്കറ്റ്സ്, ക്രേസ് ബിസ്ക്കറ്റ്സ്. തൃശ്ശൂരിൽ തുടങ്ങിയ കേരളത്തിൻ്റെ സ്വന്തം ക്രേസ് ബിസ്ക്കറ്റ്സ് അങ്ങനെ ഗൾഫ് നാടുകളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലാണ് ക്രേസ് ബിസ്ക്കറ്റ്സിന് ഗൾഫിലേക്കുള്ള സ്വാഗതം അരുളിയത്. കേരളത്തിൻ്റെ മധുരം ലോകത്തിൻ്റെ ഓരോ കോണിലും എത്തിക്കണമെന്ന വലിയ ലക്ഷ്യത്തോടെ അദ്ദേഹം തൻ്റെ മനസ്സും ഹൃദയവും സമർപ്പിച്ച് പരിശ്രമിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ ലോഞ്ച് ഒരു ബ്രാൻഡിൻ്റെ തുടക്കമല്ല. ഇത് പല മലയാളികൾക്കും സെക്കൻഡ് ഹോം എന്ന് ഞാനെപ്പോഴും പറയുന്ന ദുബായിൽ നിന്ന് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും കേരളത്തിൻ്റെ രുചി സമ്മാനിക്കാൻ തുടങ്ങുന്ന ഒരു ആഘോഷത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ക്രേസ് ബിസ്ക്കറ്റ്സിൻ്റെ ഗൾഫിലേക്കുള്ള യാത്രയ്ക്ക് ഒരു കഥയുണ്ട്. 1980കളിൽ തൃശ്ശൂരിലാണ് ക്രേസ് ബിസ്ക്കറ്റ്സ് ആരംഭിക്കുന്നത്. പിന്നീട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയതിന് ശേഷം ഈ ബ്രാൻഡ് 2019 കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ആസ്കോ ഗ്ലോബൽ എന്ന കമ്പനി ഏറ്റെടുത്തു. 2022 വലിയൊരു പ്ലാന്റ് തന്നെ അവിടെ ആരംഭിച്ചു. ദിവസം ഏകദേശം 600 ടൺ വരെ ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് അവിടെ നിർമ്മിച്ചത്. അതിൻ്റെ ചെയർമാൻ അബ്ദുൽ അസീസ് പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ കടയിൽ വിറ്റിരുന്ന ഒരു ബ്രാൻഡാണ് ക്രേസ് ബിസ്ക്കറ്റ്സ്. അതിൻ്റെ പേര് സ്വന്തമാക്കാൻ കഴിയുന്നതും അത് ഗൾഫിലെത്തിക്കാൻ കഴിയുന്നതും വലിയ അഭിമാനമായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ
ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ഞാൻ ഡീൽ ചെയ്ത എൻ്റെ ബിസിനസ് എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ ഷോപ്പിൽ നന്നായി സെയിൽ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഇത്. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ ഈ ബ്രാൻഡ് അക്വയർ ചെയ്യുന്നത്. അക്വയർ ഇത് നമ്മൾ കേരളത്തിൽ ഓൾറെഡി എല്ലാ മേഖലയിലും ഞങ്ങൾ എത്തിച്ചു. അടുത്ത മേഖല എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് സംരംഭം തുടങ്ങിയത്, ഞാൻ ബിസിനസ് ലൈഫിലേക്ക് വന്നത് എൻ്റെ GCC കൺട്രിയാണ്. അപ്പോൾ GCCയിൽ എൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സമാധാനം, ഒരു സന്തോഷവുമുണ്ട്. അതാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു ലോഞ്ചിങ് ദുബായിൽ എത്തിക്കാനും അതിൽ കൂടെ തന്നെ നമ്മളെല്ലാം സ്വന്തം ലാലേട്ടൻ എന്നെ കൊണ്ട് തന്നെ ഇവിടെ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞത്. ലാലേട്ടൻ എത്തിയോടുകൂടെ തന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ്. ആക്ച്വലി ഇപ്പോൾ യു എയിൽ മാത്രമല്ല, സൗദി അറേബ്യയിലും കുവൈറ്റിലും ഓൾ ഓവർ GCCയിലുണ്ട്. ഇപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞങ്ങളുടെ യൂറോപ്പിലേക്കാണ്. UK ഓൾറെഡി ബിസിനസ് ആസ് സൂൺ ആസ് പോസിബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി യൂറോപ്യൻ കൺട്രിയിലേക്കും ഞങ്ങൾ എല്ലാ വേൾഡ് വൈഡത്തിൽ എത്താൻ പറ്റുന്ന കൺട്രീസിലൊക്കെ ക്രൈസ് ബിസ്ക്കറ്റ് എത്തിക്കണം. അതായത് കേരളം, നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വേൾഡ് വൈഡ് ലോകത്തിൻ്റെ എല്ലാ മൂലയിലും എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം. നെല്ലറ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ RS കമ്പൈൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഗൾഫ് രാജ്യങ്ങളിൽ ക്രൈസ് ബിസ്ക്കറ്റ്സ് വിതരണത്തിനായി ഏറ്റെടുത്തിട്ടുള്ളത്. പ്രവാസികളുടെ ഏറ്റവും വലിയ ദൗർബല്യം നൊസ്റ്റാൾജിയാണ്. ആ നൊസ്റ്റാൾജിയിൽ പിടിച്ച് മലയാളികൾക്കിടയിലേക്ക് ക്രൈസ് ബിസ്ക്കറ്റ് എന്തായാലും മാർക്കറ്റ് പിടിക്കുമെന്ന് ഉറപ്പാണ്. ഒപ്പം മറ്റു പ്രവാസികളുടെ മനസ്സ് എങ്ങനെ കീഴടക്കും എന്നുകൂടി നമുക്ക് കണ്ടറിയണം. അക്ഷയ് പേരാവിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്. കുവൈത്തിലെ അൽ അബ്ദലി മേഖലയിലെ ഫാമുകൾക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന മദ്യ ഫാക്ടറികൾ കുവൈത്ത് പോലീസ് പൊളിച്ചുമാറ്റി. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തിയ പരിശോധനയിലാണ് മേഖലയിലെ വാടക ഫാമുകളിൽ പ്രവർത്തിച്ചിരുന്ന 2 അനധികൃത മദ്യ ഉൽപാദന ഫാക്ടറികൾ സുരക്ഷാ അധികൃതർ കണ്ടെത്തിയത്. പതിവ് പരിശോധനകൾ നടത്തുന്നതിനിടെ ഫാമിലെ തൊഴിലാളി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. തുടരന്വേഷണത്തിൽ അൽ സബാഹിയ പ്രദേശത്ത് നിന്നുള്ള പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട നിരവധി തൊഴിലാളികളെയും പിടികൂടി. കുവൈത്തിലെ ജലീബ് അൽ ഷുയൂഖിലെ വ്യാജ പെർഫ്യൂം നിർമ്മാണത്തിൽ 3 ഏഷ്യൻ പ്രവാസികൾ അറസ്റ്റിൽ. പരിശോധനയിൽ അന്താരാഷ്ട്ര പ്രാദേശിക ബ്രാൻഡുകളുടെ വ്യാജ ഉൽപാദനവും സംഭരണവും കണ്ടെത്തി. 15,000-ലധികം വ്യാജ പെർഫ്യൂം ബോക്സുകളും 28,000 ഒഴിഞ്ഞ കുപ്പികളും പിടിച്ചെടുത്തു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ഫാക്ടറി അധികൃതർ സീൽ ചെയ്തു. വാണിജ്യ വ്യവസായ മന്ത്രാലയവും മുനിസിപ്പാലിറ്റിയും ചേർന്നായിരുന്നു പരിശോധന. അബുദാബിയിൽ 20% ഭൂപ്രദേശവും പ്രകൃതി സംരക്ഷണ മേഖലയാക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. അബുദാബി പരിസ്ഥിതി ഏജൻസിയുടെ മേൽനോട്ടത്തിൽ 4,581 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് സംരക്ഷിത മേഖലയായി പരിപാലിക്കുക. മരുഭൂമി, പൌരാണിക മേഖല, അരുവി, തടാകം, ഭൂഗർഭ മേഖല, ദേശീയ വൃക്ഷമായ ഗഫ് വളരുന്ന മേഖല എന്നിവ പദ്ധതിക്ക് കീഴിൽ വരും. വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിനോടനുബന്ധിച്ചാണ് UAEയുടെ പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് പുനഃസ്ഥാപന പദ്ധതിക്കുള്ള ഗിന്നസ് റെക്കോർഡ് ഹമ്മദ് തുറമുഖത്തിന്. സമുദ്ര ജൈവ വൈവിധ്യവും തീരദേശ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം. ഹമ്മദ് തുറമുഖത്തിന് ലഭിക്കുന്ന 2ാമത്തെ ഗിന്നസ് റെക്കോർഡാണിത്. നേരത്തെ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കൃത്രിമ തടം നിർമ്മിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡും തുറമുഖത്തിന് ലഭിച്ചിരുന്നു. ഇന്നും പലർക്കും അറിയാത്ത രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചരിത്രവും മിത്തുകളുമെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടം, അതാണ് ബഹ്റൈൻ കോട്ട. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ സുപ്രധാന അധ്യായങ്ങൾ എഴുതപ്പെട്ടതും ഈ കോട്ടയ്ക്ക് ചുറ്റുമാണ്. ആ കഥ ഷെഫി ഷാജഹാൻ പറയും. കാറ്റിനെയും കടലിനെയും കാലത്തെയും ഒക്കെ അതിജീവിച്ച ഈ കോട്ട ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് 5000-ലേറെ വർഷങ്ങളായി. ബഹ്റൈന്റെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അധ്യായങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടം. മരണത്തെ കീഴടക്കാൻ അമൃതന്വേഷിച്ചിറങ്ങിയ മനുഷ്യൻ വന്നെത്തിയത് ഇവിടെയാണ്. ദിൽമുൻ എന്ന നാഗരികത രൂപപ്പെട്ട ഈ സ്വപ്നഭൂമിയിൽ 2 കടലുകൾക്കിടയിൽ പിറന്നൊരു നാട്. അങ്ങനെയാണ് ഈ ദ്വീപ് രാജ്യത്തിന് ബഹ്റൈൻ എന്ന പേര് വന്നത്. ഇവിടുത്തെ കടലിനും കരയ്ക്കുമിടയിൽ രൂപം കൊണ്ടതാണ് ദിൽമുൻ നാഗരികത. മനുഷ്യരാശിയുടെ ഏറ്റവും പുരാതന കാവ്യങ്ങളിലൊന്നായ ഗിൽഗമേഷിന്റെ ഇതിഹാസത്തിൽ ബഹ്റൈനെ ദിൽമുൻ എന്ന വിശുദ്ധ ഭൂമിയായാണ് വിശേഷിപ്പിക്കുന്നത്. മെസോപ്പൊട്ടേമിയൻ സാഹിത്യത്തിൽ അമരത്വം കൈവരിക്കാൻ മനുഷ്യൻ ആദ്യമായി അമൃത് തെരഞ്ഞിറങ്ങുന്ന കഥ വായിക്കുന്നതും ഇതേ ഗിൽഗമേഷിന്റെ ഇതിഹാസത്തിലാണ്. പക്ഷേ കഥകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്നത് ഒരു യഥാർത്ഥ നാഗരികതയായിരുന്നു.
അതാണ് ദിൽമുൻ സംസ്കാരം. ആ ദിൽമുനിന്റെ തലസ്ഥാനമായി നിലകൊണ്ടതാകട്ടെ ഇന്നത്തെ ഖലഅത്തുൽ ബഹ്റൈൻ എന്ന ബഹ്റൈൻ കോട്ടയും. കടലിന് അഭിമുഖമായി തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ട ഒരു കാലത്ത് ദിൽമുൻ സാമ്രാജ്യത്തിന്റെ ഭരണകേന്ദ്രമായിരുന്നു. വ്യാപാരത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളമായിരുന്നു. 1953 ഡാനിഷ് പുരാവസ്തു ഗവേഷകനായ ജെഫ്രി ബിബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രദേശത്ത് ആദ്യമായി ഉത്ഖനനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളാണ് ദിൽമുൻ എന്നത് വെറും കെട്ടുകഥകളായിരുന്നില്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 5000 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ ബഹ്റൈൻ കോട്ട നിർമ്മിച്ചതെങ്കിലും ഇന്ന് കാണുന്ന കോട്ട 16-ാം നൂറ്റാണ്ടിൽ ബഹ്റൈൻ പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നപ്പോൾ പുനർനിർമ്മിച്ചതാണ്. കാലത്തിന്റെ മുറിവുകൾ അതിജീവിച്ച് കോട്ടയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. 2005 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ബഹ്റൈൻ ഫോർട്ടിനെ ഉൾപ്പെടുത്തി. ദിൽമുൻ സംസ്കാരത്തിന്റെ താളം ഇന്നും ഈ കോട്ടയുടെ മതിലുകൾക്കിടയിൽ എവിടെയൊക്കെയോ മുഴങ്ങുന്നുണ്ട്. കാലത്തിന്റെ മൺതരികളിലൂടെ സഞ്ചരിച്ച അന്നത്തെ കഥകൾ ഇന്ന് കാറ്റിൽ കലർന്നിരിക്കുന്നു. മിത്തുകളിലൂടെ പിറന്ന സ്വപ്നഭൂമി ഇന്ന് ബഹ്റൈൻ എന്ന യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ. രക്ഷാപ്രവർത്തനത്തിന് റോബോട്ടും ഡ്രോണും AI സംവിധാനവും ഉൾപ്പെടുന്ന സ്മാർട്ട് വാഹനം പുറത്തിറക്കി അബുദാബി സിവിൽ ഡിഫൻസ്. ദുബൈയിൽ പുരോഗമിക്കുന്ന ജിറ്റെക്സ് ഗ്ലോബൽ പ്രദർശനത്തിലാണ് റാദ് എന്ന അത്യാധുനിക വാഹനം പുറത്തിറക്കിയത്. രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അപകട മേഖലകളിലേക്ക് കുതിച്ചെത്താൻ കഴിയുന്ന റോബോട്ടുകൾ, നിരീക്ഷണം നടത്തി വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഡ്രോണുകൾ, ഏകീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രക്ഷാവാഹനം. അതാണ് അബുദാബി സിവിൽ ഡിഫൻസ് ജിറ്റെക്സിൽ അവതരിപ്പിച്ച റാദ്. ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു രക്ഷാവാഹനമെന്ന് അബുദാബി സിവിൽ ഡിഫൻസ് അധികൃതർ പറഞ്ഞു. K2 എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് റാദ് എന്ന വാഹനം വികസിപ്പിച്ചത്. ദുർഘടമായ അപകട മേഖലയിൽ കടന്നുചെന്ന് തീപിടുത്തത്തിന്റെയും മറ്റും വ്യാപ്തി റിപ്പോർട്ട് ചെയ്യാനും അതിന്റെ ദൃശ്യങ്ങൾ കമാൻഡിംഗ് സെന്ററിലേക്ക് കൈമാറാനും ഈ വാഹനത്തിന് കഴിയും. അഗ്നിബാധ വ്യാപിക്കുന്നത് തടയാനുള്ള പ്രാരംഭ നടപടികൾ സ്വയം സ്വീകരിക്കാനും റാദിൽ സംവിധാനമുണ്ട്. മീഡിയ 1, ദുബായ്. 28ാമത് കുവൈത്ത് ഗ്രാൻഡ് ഖുറാൻ മനപ്പാഠമാക്കൽ പാരായണ മത്സരം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 30-നാണ് രജിസ്ട്രേഷനുള്ള അവസാന തീയതിയെന്ന് ഒഖാഫ് ആക്ടിംഗ് സെക്രട്ടറി ജനറൽ അമൽ അൽ ദല്ലാൽ അറിയിച്ചു. കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് ജാബർ അസബാഹിന്റെ രക്ഷാകർതൃത്വത്തിലാണ് മത്സരം. യോഗ്യതാ റൗണ്ടുകൾ നവംബർ 23 മുതൽ ആരംഭിക്കും. ഡിസംബർ 17-ന് സമാപന ചടങ്ങ് നടക്കും. ജയിലിലെ തടവുകാർ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും പ്രവാസികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തനൂറിൻ ബ്രാൻഡ് കുപ്പിവെള്ളം വിപണിയിൽ നിന്ന് പിൻവലിച്ച് ഖത്തർ. നടപടി കുപ്പിവെള്ളത്തിൽ ഹാനികരമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ. ഹജ്ജിനും ഉംറയ്ക്കും സീസണൽ ഹോട്ടൽ ലൈസൻസ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഭവന മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബലദി പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷ സ്വീകരിക്കുക. കുവൈത്തിൽ മാളുകളിൽ വഴക്കുണ്ടാക്കി 20 പേരെ പോലീസ് പിടികൂടി. പൊതുമര്യാദകൾ ലംഘിച്ചതിന് 4 പേരും അടച്ചിട്ട പൊതുയിടങ്ങളിൽ പുകവലിച്ചതിന് 4 പേരും പിടിയിലായി. നിയമലംഘകരായ പ്രവാസികളെ നാടുകടത്തുമെന്ന് പോലീസ് പറഞ്ഞു. വഴക്കുകൂടിയ പൌരന്മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. സോഷ്യൽ മീഡിയ വഴി വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചയാൾ കുവൈത്തിൽ അറസ്റ്റിൽ. ഒരു സ്ത്രീ കാറിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുവെന്ന പേരിൽ വ്യാപകമായി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. കുവൈത്തിൽ ആശുപത്രികൾക്ക് മുന്നിലെ അനധികൃത പാർക്കിംഗിനെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ബോധവൽക്കരണ ക്യാമ്പയിൻ. ആശുപത്രികളുടെ പ്രവേശന കവാടങ്ങളിലും അടിയന്തര വാഹനങ്ങൾക്ക് അനുവദിച്ച പാതകളിലും പാർക്ക് ചെയ്യുന്നവരെ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കുവൈത്തിൽ കാറിന്റെ സ്പെയർ ടയറിൽ ലഹരി കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി കസ്റ്റംസ്. 7952 ലിറിക്ക ഗുളികകൾ കടത്താൻ ശ്രമിച്ച പ്രവാസി വനിത അറസ്റ്റിൽ. ലഹരി പിടിച്ചത് അബ്ദലി അതിർത്തി ചെക്ക് പോസ്റ്റിൽ. ഒമാനിലെ സഹം വിലായത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഏഷ്യക്കാരനായ പ്രവാസി അറസ്റ്റിൽ. 7000 സൈക്കോട്രോപിക് ഗുളികകൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ഒമാനിലെ ഖബൂറ വിലായത്തിൽ 2 ബസ്സുകൾ കൂട്ടിയിടിച്ച് 42 പേർക്ക് പരിക്ക്. 3 പേരുടെ പരിക്ക് ഗുരുതരം. കുവൈത്തിൽ ഫിലിപ്പൈൻസ് സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിക്ക് 14 വർഷം തടവ് ശിക്ഷയെന്ന് ഫിലിപ്പൈൻസ് മൈഗ്രന്റ് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. 2024 ഡിസംബർ 31-ന് ജഹ്റയിലെ സാദ് അൽ അബ്ദുള്ളയിലുള്ള തൊഴിലുടമയുടെ വീട്ടുമുറ്റത്താണ് ഡാഫ്റ്റി നക്കലബിന്റെ മൃതദേഹം കണ്ടെത്തിയത്.
UAE-യിലെ പ്രശസ്ത ജ്വല്ലറി സ്ഥാപനമായ അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണ നിക്ഷേപത്തിനായി മൈ ഗോൾഡ് വാലറ്റ് എന്ന പേരിൽ ഡിജിറ്റൽ സംവിധാനം അവതരിപ്പിച്ചു. 100 ദിർഹം മുതൽ നിക്ഷേപത്തിന് ഇതിൽ സംവിധാനമുണ്ടെന്ന് സംരംഭകർ പറഞ്ഞു. 100 ദിർഹം മുതൽ 24 കാരറ്റ് സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപം നടത്താൻ സൗകര്യമൊരുക്കുന്നതാണ് അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൈ ഗോൾഡ് വാലെ. ആവശ്യമുള്ള സമയത്ത് നിക്ഷേപകർക്ക് ലൈവ് മാർക്കറ്റ് നിരക്കിനനുസരിച്ച് നിക്ഷേപം പണമാക്കി മാറ്റാൻ ഇതിൽ സൗകര്യമുണ്ടാകും. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി നിക്ഷേപകർക്ക് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ മന്തിൽ നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. ദീപാവലി ഓഫറായിട്ട് 3 ഭാഗ്യശാലികൾക്ക് 10 ഗ്രാം സിൽവർ കോയിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസംബറിൽ നടക്കുന്ന മെഗാ ഡ്രോയിലൂടെ ഒരു ഭാഗ്യശാലികൾക്ക് കൊടുക്കുന്നത് 100 ഗ്രാം സ്വർണ്ണമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ഓഫർ ഉള്ളത് നമുക്ക് മൈ ഗോൾഡ് വാലറ്റിൻ്റെ തന്നെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് ഡയമണ്ടിൻ്റെ. ഈ ഡയമണ്ട് വൗച്ചർ കൊണ്ട് നമുക്ക് 200 ദിർഹംസിനാണ് നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ വരുന്നത്. ഈ ഗിഫ്റ്റ് വൗച്ചർ കൊണ്ട് നമുക്ക് ഡയമണ്ട് ജ്വല്ലറി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 200 ദിർഹംസ് വരെ നമുക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കും. 2 ഗ്രാം സ്വർണം മുതൽ റിഡീം ചെയ്യാൻ സൗകര്യമുണ്ടാകും. UAE-യിൽ സ്റ്റോറുകളിൽ നിന്ന് നേരിട്ട് റിഡീം സൗകര്യം ഏർപ്പെടുത്തുന്ന ആദ്യ സ്വർണ്ണ നിക്ഷേപ പ്ലാറ്റ്ഫോമാണ് മൈ ഗോൾഡ് വാലെ എന്ന് അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അധികൃതർ പറഞ്ഞു. മീഡിയ 1 ദുബായ്.